ഓണം ബമ്പർ കിട്ടിയ ശരത്ത് ഞങ്ങളുടെ പ്രതിനിധി രഘുവിനൊപ്പമുണ്ട്. രഘു ഭാഗ്യശാലിയെ നേരിട്ട് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇവിടെ ഈ തുറവൂർ ശാഖയിൽ SBIയുടെ ശാഖയിൽ മാനേജറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ മുമ്പാണ് ശരത്ത് ഇവിടെ എത്തി ടിക്കറ്റ് SBIക്ക് കൈമാറി. അതിൻ്റെ ചില നടപടിക്രമങ്ങളൊക്കെ അകത്ത് ഈ മാനേജറുടെ റൂമിലിരുന്ന് ശരത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ആ കേരളം കാത്തിരുന്ന ഭാഗ്യവാനുമായി നമുക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി പല കഥകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നെട്ടൂരുള്ള സ്ത്രീയാണ്. കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം പുറത്തിറങ്ങുന്നതാണ് പ്രതീക്ഷ. രഘു, ഈ ശരത്തിനെ കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലൊക്കെ അവിടെ വന്നിട്ടുണ്ടോ? അങ്ങനെ ആരുമില്ല. കാരണം ശരത്ത് ഈ കാര്യങ്ങളൊക്കെ വളരെ രഹസ്യമായി സൂക്ഷിക്കുന്ന ഒരാളാണെന്ന് തന്നെ അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇന്ന് രാവിലെ കടയിലെത്തുന്നു, അവിടുന്ന് അത്യാവശ്യമായൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന കടയിലുള്ള ആളുകളോട് പോലും പറഞ്ഞില്ല. സ്വാഭാവികമായിട്ട് തന്നെ വലിയ തുകയുടെ ഒരു ലോട്ടറി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു രഹസ്യാത്മകത സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ശരത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ, എവിടുത്തുകാരനാണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലമൊന്നും നമുക്ക് കൃത്യമായി അറിയില്ല. ശരത്ത് എന്തായാലും ആ ഭാഗ്യവാൻ, കേരളം കാത്തിരുന്ന ആ ഭാഗ്യവാൻ ആലപ്പുഴ തുറവൂർ ശാഖയിലെ SBI ബ്രാഞ്ചിൽ അകത്ത് മാനേജറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലോട്ടറി അടക്കം ഇവിടെ ഈ നമ്മൾ SBIക്ക് കൈമാറുമ്പോൾ ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇത് ലോക്കറിലേക്ക് മാറ്റേണ്ട ആവശ്യമൊക്കെയുണ്ട്. ആ ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 5-10 മിനിറ്റിനകം ശരത്ത് പുറത്തേക്ക് ഇറങ്ങി വന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. ശരി, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇപ്പോൾ ഒരുപക്ഷെ ഒരു മാനസിക സമ്മർദ്ദമൊക്കെ നേരിടുന്നുണ്ടാവും. കാരണം ചാനലുകളെല്ലാം പുതിയും ക്യാമറകളൊക്കെ പുതിയും സാധാരണ മനുഷ്യരാണ്. പെട്ടെന്ന് ഒന്നാമത് ഇത്രയും വലിയൊരു സമ്മാനം കിട്ടിയതിൻ്റെ ഒരു നമ്മൾ അന്താളിപ്പ് എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു ആശ്ചര്യപ്പെട്ടൊക്കെ നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും അദ്ദേഹം. ചിലപ്പോൾ അതിനൊക്കെ മറികടക്കാനുള്ളൊരു മാനസിക പ്രാപ്തിയുള്ള ആളായിരിക്കാം. എന്തായാലും വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷമാണ്. അതുകൊണ്ട് ഇത് ആളാരാണെന്ന് അറിയാനുള്ള ഒരു കൗതുകം എല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം വന്നൊന്ന് 2 വാക്ക് മാധ്യമങ്ങളോട് സംസാരിച്ചങ്ങ് പോയാൽ ഒരു കണക്കിന് നല്ലതാണ്. സ്വസ്ഥമായിട്ട് പോകാം. ഈ ലോട്ടറി ഓണം ബമ്പർ ഇത്രയും വലിയൊരു തുക ആയത് മുതൽ എല്ലാ വർഷവും ഒരു പതിവ് കാഴ്ചയായി മാറിയിട്ടുണ്ട്. ആരാണ് ഈ കിട്ടിയ ആളെന്ന് അറിയാനുള്ള ഒരു കാത്തിരിപ്പ്. ഇതിപ്പോൾ പലരും ഷെയർ ഇട്ടുമൊക്കെ ടിക്കറ്റുകൾ വാങ്ങുന്നു. ഇപ്പോൾ ഇന്നലെ വന്നത് 50 ലക്ഷം രൂപ ഒരു വനിതാ കൂട്ടായ്മ, അവർക്ക് 50 ലക്ഷം രൂപ അടിച്ചു. അപ്പോൾ അതിലൊരാളുടെ വീട് പണിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ അത് അവർക്ക് വലിയൊരു സഹായകരമായി. അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ കാഴ്ച എന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു സർക്കാരും ഈ ഓണം ബമ്പറൊക്കെ കൂടുതൽ വിറ്റുപോകാൻ, വളരെ സാധാരണക്കാർക്കും അല്ലെങ്കിൽ ഇത് കൃത്യമായ ഒരു അർഹതപ്പെട്ട കൈകളിലേക്കൊക്കെ എത്തുമ്പോൾ സർക്കാരും അതൊരു സന്തോഷമാണ്. കൂടുതൽ ആളുകൾ അടുത്ത തവണ പൂജാ ബമ്പറായാലും ഓണം ബമ്പറായാലും ഒക്കെ വാങ്ങാനൊരു പ്രചോദനമാകുമെന്നതുകൊണ്ടാണ് സർക്കാരും ഇതൊക്കെ എനിക്ക് തോന്നുന്നു അനുവദിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് രഹസ്യാത്മകമായി തന്നെ ഒരുപക്ഷെ ഈ സുരക്ഷാ പ്രശ്നങ്ങളുമൊക്കെ മുൻനിർത്തി ഇത്രയും വലിയ തുകയൊക്കെയാണ്. അത് സാധാരണക്കാർക്ക് പെട്ടെന്ന് അത് കിട്ടുമ്പോൾ അത് മാനേജ് ചെയ്യാൻ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയുള്ളത്, രഘു 2 വർഷം മുൻപ് അല്ലേ കൊച്ചിയിലെ ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ച് ജോലി ചെയ്യുന്ന ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, അദ്ദേഹം വളരെ വളരെ മാനേജ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടാണ്. ഇത്ര വലിയ തുക വരുമ്പോൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞതൊക്കെ കേട്ടതാണ്. അതുപോലെ ഡീൽ ചെയ്യാൻ കഴിയട്ടെ ശരത്തിനും അല്ലേ രഘു? ദിവീഷ്, എന്ന് മാത്രമല്ല സർക്കാർ ഇപ്പോൾ ലോട്ടറി വകുപ്പ് ഇതിന് പ്രത്യേകിച്ച് ക്ലാസുകൾ നൽകാറ് കൂടിയുണ്ട്. അതായത് എങ്ങനെ വേണം ഈ പൈസ വിനിയോഗിക്കേണ്ടത്, എന്തെല്ലാം രീതിയിൽ വേണം ഇത് ചെലവഴിക്കാൻ എന്നൊക്കെയുള്ള അതിൽ കൃത്യമായ ക്ലാസുകൾ ഇപ്പോൾ ലോട്ടറി വകുപ്പ് കൊടുക്കാറുണ്ട്. കാരണം പലപ്പോഴും ഈ ലോട്ടറി അടിച്ച ആളുകൾക്ക് ആ നിമിഷം മാത്രം ആ പണം കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും പിന്നീട് വലിയ ബാധ്യതകളിലേക്കൊക്കെ പോകുന്ന ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല ലോട്ടറി അടിച്ച പല ആളുകളും സമ്പന്നരാവാതെ കൂടുതൽ ദരിദ്രരാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഈ പണം കാരണം ഇത്ര വലിയൊരു തുക ഒന്നിച്ച് ലഭിക്കുക എന്നുള്ളത്, കാരണം ആ കിട്ടുന്ന തുകയുടെ നോട്ട് കെട്ടൊന്ന് അടുക്കി വെച്ചേക്കുന്ന ദിവീഷ് നമുക്കൊന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. 100 രൂപയുടെ കെട്ടുകൾ അല്ലെങ്കിൽ 500 രൂപയുടെ കെട്ടുകൾ ഇങ്ങനെ അടുക്കി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിത്രീകരണം നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ തന്നെ എത്രയോ വലിയ പണമാണ്. കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ ഇത്രയധികം പണം നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ ജോലി ചെയ്ത് ഒരിക്കലും അത് സമ്പാദിക്കാൻ പറ്റാനുള്ള, അങ്ങനെ അത്ര പണം സമ്പാദിക്കാൻ പറ്റുന്ന ജോലിയൊക്കെയുള്ള ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഇത്ര പണം ഒന്നിച്ച് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ആശങ്കയുണ്ട്. ചില ആളുകളൊക്കെ അറിയാത്ത ബിസിനസ്സിൽ കൊണ്ടുപോയി ചിലവാക്കും, ചില ആളുകൾക്ക് കടം കൊടുക്കും. അങ്ങനെയൊക്കെ ധാരാളം ആളുകൾക്ക് ഈ ലോട്ടറി അടിച്ചതുകൊണ്ടും കാര്യമായ സാമ്പത്തിക പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് ലോട്ടറി വകുപ്പ് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ആളുകൾക്ക്, ലോട്ടറി അടിക്കുന്ന ആളുകൾക്ക് കൃത്യമായ ഈ പണം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ക്ലാസ്സുകളൊക്കെ നൽകാറുണ്ട്.